ഇവർ പുള്ളി ലോട്ടറി വിട്ട വരുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. എല്ലാം ഇതിലായിപ്പോയി. അതെ, അപ്പോൾ സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ് പ്രഭു അറിയാമല്ലോ, നമ്മുടെ സീരിയൽ താരം, നമ്മുടെ ഉപ്പും മുളകും ഹീറോ. ഈ ക്രിസ്മസിന്റെ തലേ ദിവസം അടിച്ച് ഫിറ്റായി കോൺ തിരിഞ്ഞ് അവന്റെ കൊഴുപ്പ് തീർത്തത് ഒരു പാവം മനുഷ്യന്റെ തീർക്കായിരുന്നു. തങ്കരാജ് 52 വയസ്സാണ്, തമിഴ്നാട്ടുകാരനായിരുന്നു. ആ പുള്ളി മരിച്ചു. ഇവന്റെ കൊഴുപ്പ് കാരണം അവൻ മരിച്ചു. ഇവന്റെ കുടിച്ച് അയാളെ ശരീരത്തോട്ട് ചെന്ന് കയറി അയാൾ ഇന്ന് മരിച്ചു. ആലോചിച്ച് നോക്കണം. 3 പേരടങ്ങുന്ന കുടുംബമാണ്. ആ 3 പേരടങ്ങുന്ന കുടുംബത്തിന് ആകെ അത്താണി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വയോധികനായ 52 വയസ്സുള്ള ഈ തങ്കരാജായിരുന്നു. അയാളെ ഇവന്റെ കൊഴുപ്പ് കാരണം വെള്ളമടിച്ച് പാവത്തിന്റെ പുറത്ത് കയറി അവനെ ഇടിച്ചു കൊന്നിട്ടും അവിടെ കിടന്ന് പോര് കാണിച്ചു. അവിടെ വന്ന് നാട്ടുകാരെ എടുത്ത് അടിക്കാൻ വേണ്ടി പോയി. ഒരു ബോധവും ഒരു പൊക്കണവും ഇല്ലായിരുന്നു. എന്നിട്ട് വരുന്ന പോലീസുകാരെടുത്ത് അവരെ അടിക്കാൻ പോയി. ഇവിടെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന്റെ 2 കൈയും കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അവന്റെ കൊഴുപ്പ് കാരണം നഷ്ടപ്പെട്ടത് ഒരു ജീവനാണ്. മനസ്സിലായോ? നഷ്ടപ്പെട്ടത് ഒരു കുടുംബം വഴിയാധാരമായി. ആ കുടുംബത്തിന് ഇനി ആര് ചെലവ് കൊടുക്കും? ഈ പറഞ്ഞ ജിഷിനും ജിഷിന്റെ ഭാര്യയും വെല്ലുവിളിച്ച് ഓരോരുത്തരും മാറി മാറി വീടിയിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നല്ലോ. നീ പോയി ചെലവിന് കൊടുക്കോ? അവർക്ക് നഷ്ടമായത് നീ വാങ്ങിച്ചു കൊടുക്കൂ? ഇനി അല്ല കൊടുക്കൂ? നമ്മളൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തും, നമ്മളൊക്കെ ഇങ്ങനെ അവനെ ഇങ്ങനെ വിമർശിച്ചപ്പോ വല്ല കുറെ സപ്പോർട്ട് ചെയ്യണ്ടായിരുന്നു. ജിഷിനെ നീ എന്താ പറഞ്ഞത്? ഇതൊക്കെ സാധാരണമല്ലേ? വെള്ളമടിച്ച് പിന്നീട് ഈ പറയുന്ന വന്ന് ഇടിക്കുന്നത് ആദ്യമായിട്ടാണോ? അപ്പൊ നിനക്ക് ഇത് സാധാരണമായിരിക്കും. ജിഷിനെ ഇതും സാധാരണ. ഒരാളല്ലേ? ആർക്കറിയാം? എവിടെ 52 വയസ്സുള്ള ഏതോ ഒരു കളവൻ തമിഴ്നാട് കിടക്കണം, ആർക്കറിയാം? അവൻ ചത്ത്. മനസ്സിലായി? അവൻ ചത്ത്, അവന്റെ കുടുംബം വഴിയാതെ നമുക്കെന്ത്? വെള്ളമടി ഇതൊക്കെ സാധാരണ. വെള്ളത്തിന്റെ മധ്യലഹരിയിലല്ലേ? കൊച്ചു ചെറുക്കനല്ലേ? കുഞ്ഞു വാവയല്ലേ? അവനൊരു സെലിബ്രിറ്റി അല്ലേ? അവനൊരു സെലിബ്രിറ്റി അല്ലേ? ആ സെലിബ്രിറ്റിക്ക് നിങ്ങൾക്ക് ആ റെസ്പെക്ട് കൊടുക്കണ്ടേ? ഇപ്പൊ എന്തായി ജിഷിനെ? ഇപ്പൊ എന്തായി? അന്നത്തെ ഒരു വോയിസ് നിങ്ങൾ കേട്ടായിരുന്നല്ലോ. അന്നത്തെ വോയിസിന് ആ ഒരു സ്ത്രീ, ദൃക്സാക്ഷിയായ ഒരു സ്ത്രീയുടെ ഒരു വോയിസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരിനി രക്ഷപ്പെടുന്ന കാര്യം വളരെ ഡൗട്ടാണെന്നുള്ളത്. ഇങ്ങനെ ചുരുങ്ങിയാണ് കിടന്നത്. പക്ഷേ നമ്മുടെ മെയിൻ സ്ട്രീം പിന്നെ വാർത്തയൊക്കെ വന്നത് കുഴപ്പമൊന്നുമില്ല, ചെറിയ പരിക്കാണ്, ഇന്നാ നാളെ അങ്ങ് വെളിയിറങ്ങി പോകും എന്ന തരത്തിലുള്ള വാർത്തയുടെ മെയിൻ സ്ട്രീം മീഡിയ. ഇവന്മാരൊക്കെ എന്ത് തേങ്ങ, എവിടത്തെ വാർത്തയുടെ നീക്ക കൊടുക്കുന്നത്? നിന്റെയൊക്കെ വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ സത്യം എന്ന് കരുതും, നിന്റെയൊക്കെ വാർത്തകൾ കേൾക്കുമ്പോഴേ. മനസ്സിലാവും? അപ്പോൾ ആ വാർത്തയും കേൾക്കും. അതുമല്ല, ഈ പറയുന്ന മരിച്ചുപോയ തങ്കരാജിന്റെ ഒരു ബന്ധുവിന്റെ ഒരു വോയിസും കൂടിയുണ്ട്. ആ പുള്ളി സങ്കടത്തോടെ പറയുന്ന ഒരു വോയിസ് ഉണ്ട്, അതും വെക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വാർത്ത കേൾക്കാം. വരുന്നൊരു വാർത്തയിലേക്ക്. സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭുവിന്റെ വാഹനം ഇടിച്ച് വയോധികൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. വിവരങ്ങളുമായി ബിദിനം ദാസ് ചേരുന്നു. ബിദിൻ, ക്രിസ്മസ് തലേന്ന് ഉണ്ടായ വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. പരിക്കേറ്റ് തങ്കരാജ് ചികിത്സയിലായിരുന്നു. ഇന്നിപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നു. എന്താണ് ഇത് ഇനി പോലീസ് പറയുന്ന വിവരങ്ങൾ? പ്രിയരാഗ്, 24-ാം തീയതി ക്രിസ്മസിന്റെ തലേന്നാണ് MC റോഡിൽ നാട്ടകത്ത് വെച്ച് ഇതേ രീതിയിൽ സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് അമിത വേഗത്തിൽ വാഹനം ഓടിച്ചെത്തി ഇതേ രീതിയിൽ ഒരു അപകടം ഉണ്ടാക്കിയത്. അന്ന് ഈ നാട്ടുകാരടക്കം അപകടം ഉണ്ടാക്കിയതിന് പിന്നാലെ ഇയാളെ വാഹനം തടയാൻ ശ്രമിക്കുന്ന സമയത്ത് നാട്ടുകാരോടും പോലീസിനോടും ഒക്കെ കയർക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. അന്ന് അപകടത്തിൽ പരിക്കേറ്റ ലോട്ടറി വിൽപ്പനക്കാരനായ തമിഴ്നാട് സ്വദേശി തങ്കരാജ് കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അപകടത്തിൽ അന്ന് തങ്കരാജിന്റെ തലയ്ക്കാണ് പരിക്കേറ്റത്. ആദ്യഘട്ടത്തിൽ പരിക്ക് ഗുരുതരമല്ല എന്നൊരു ആശ്വാസകരമായ വാർത്ത ഉണ്ടായിരുന്നു. പിന്നീട് ചികിത്സയിലിരിക്കെ പരിക്ക് ഗുരുതരമാവുകയായിരുന്നു. തലക്കേറ്റ ക്ഷതം പിന്നീട് പലതരത്തിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു തങ്കരാജ് ഉണ്ടായിരുന്നത്. ഇന്ന് അല്പസമയം മുമ്പാണ് തങ്കരാജിന്റെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ അപകടം ഉണ്ടാക്കിയതിന് തൊട്ട് പിന്നാലെ തന്നെ സിദ്ധാർത്ഥ് പ്രഭുവിനെ ചിങ്ങവനം പോലീസ് എത്തി അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് സ്റ്റേഷനിലെ ജാമ്യത്തിലാണ് വിട്ടിരുന്നത്. പ്രത്യേകിച്ച് അന്ന് ചുമത്തിയിരുന്ന വകുപ്പുകൾ എന്ന് പറയുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും തുടങ്ങിയിട്ടുള്ള വകുപ്പുകളായിരുന്നു. ഇനിയിപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആൾ മരിച്ച സ്ഥിതിക്ക് BNS 106(1) പ്രകാരമുള്ള വകുപ്പുകൾ കൂടി, അതായത് അപകടത്തിൽ മരണപ്പെട്ട സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വകുപ്പുകൾ കൂടി ചുമത്തി മറ്റ് നടപടികളിലേക്ക് പോകും. മനസ്സിലായല്ലോ? ഇനി കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. ആദ്യം അവനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ എന്തിനൊക്കെ ചോദിച്ചാൽ കുഞ്ഞു വാവേന്ന് കുറച്ച് ട്രിപ്പൊക്കെ കൊടുത്ത് അവന്റെ കിക്ക് മാറ്റിയിട്ട് അവനെ അങ്ങ് വിട്ടു. അവൻ ഇന്ന് ഇൻസ്റ്റയിൽ കുറെ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. വെൽക്കം 2026 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പഴയ ഉപ്പുമുളകിലെ കുറെ സാധനം ഒക്കെ ഇട്ടെടുത്ത് ആർക്കൊക്കെ എത്രയൊക്കെ ഫോളോവേഴ്സായി താങ്ക്സ് ഒക്കെ പറഞ്ഞുണ്ട്. അവൻ എന്തിനറിയണോടെ? അവൻ ഇനി എന്ത് സംഭവിക്കാൻ പോകണം? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. അതിനകത്ത് പോകുമ്പോൾ കൊണ്ട് നല്ലൊരു വക്കീലിനെ വെച്ച് വാദിക്കും.
അവൻ ഒരു മാസം ആകുമ്പോൾ അവൻ വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി. ഇത്രയാണ് നഷ്ടപ്പെട്ടവന് നഷ്ടപ്പെട്ട്. അവന്റെ കുത്തളപ്പ് കാരണം യവൻ ഈ പറഞ്ഞ വെള്ളം ഓടിച്ച് കോൺ തിരിഞ്ഞ് കാരണം ഒരു ജീവൻ നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം ഒരു കുടുംബവും വഴിയാധാരമായി. ഇതിനെക്കുറിച്ച് നമുക്ക് വിമർശിക്കുമ്പോൾ നമ്മൾ സെലിബ്രിറ്റികളാണ്, തേങ്ങ മാങ്ങയെന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഉണ്ടാക്കി നീ കൊണ്ട് ഇനി അവനെ കൊണ്ട് ചെലവിനോട് ആ കുടുംബത്തെ നീ നോക്ക്. ആ നഷ്ടം നീയല്ല ഇനി ആര് വിചാരിച്ചാലും നികത്താൻ പോകുന്നില്ല. അങ്ങനെ പാവം ലോട്ടറി വിറ്റ് ജീവിച്ചുകൊണ്ടിരുന്നവനാണ്. മര്യാദയ്ക്ക് റോഡരിവില് ലോട്ടറി വിറ്റ് ജീവിച്ചുകൊണ്ട് ഇവൻ വെള്ളം ഓടിച്ച് ഫിറ്റായി കോൺ തിരിഞ്ഞാണ് ചെന്ന് കയറി കൊടുത്തവന്റെ നെഞ്ചില്. മനസ്സിലായോ? അവരും അവന്റെ ഫാമിലിയും ഒരാഴ്ച കൊണ്ട് ഇവിടെയാണ്, എവിടെ ഹോസ്പിറ്റലാണ് കോട്ടയത്ത്. ഡോക്ടർമാർ പറഞ്ഞ കുഴപ്പമില്ല, ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞ് ഇപ്പൊ പറഞ്ഞിട്ടില്ല. ഇവന്മാരെ തന്നെ പറഞ്ഞത് 2 ദിവസത്തിനകത്ത് അവൻ പുറത്തു വന്നു. ചെറിയ നിസാര പരിക്കാൻ 2 ദിവസത്തിനകത്ത് പോകുന്നു. ഇവന്മാരെ തന്നെ വാർത്ത ഇട്ടത്. ഇപ്പം പറയണേ ഭയങ്കര ഗുരുതരാവസ്ഥയായിരുന്നു, 2 ദിവസം കൊണ്ട് ഭയങ്കര ഗുരുതരാവസ്ഥയായിരുന്നു. ആ ദൃക്സാക്ഷി എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഈ രക്ഷപ്പെടുന്ന കോളിൽ അത്രയ്ക്ക് ബ്ലഡൊക്കെ ആയിരുന്നു അവിടെ ഒളിച്ചിരുന്നത്. അപ്പം മനസ്സിലായോ? അപ്പൊ യവനൊക്കെ ഞാൻ പറഞ്ഞ ശരിയാവും. നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അയ്യോ പാവം കുഞ്ഞു പാവ, സീരിയൽ കണ്ട് സീരിയലിൽ അഭിനയിക്കുന്നതാണ് അവന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് കരുതി നിൽക്കുന്ന കുറെ മണ്ടന്മാരുണ്ട്. മനസ്സിലായോ? കുറെ മണ്ടന്മാരുണ്ട്. അപ്പോൾ ഈ ഈ പറയുന്ന മരിച്ചുപോയ ആ പുള്ളിയുടെ ഒരു ബന്ധുവിന്റെ ഒരു വോയിസും കൂടി കിട്ടിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇവിടെ വെക്കാം. വലിയ സങ്കടമായുള്ള ഒരു കാര്യമായിപ്പോയി. അദ്ദേഹം ശരി നടന് നല്ല വണ്ടിയും എന്ന ആ ഒരു ഇതിൽ മദ്യപിച്ച് വണ്ടി ഓടിച്ച് ഒരു ജീവൻ തന്നെ നശിപ്പിച്ച് കളഞ്ഞു. ഇത് തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു ഇത് എങ്ങനെയാ, പുള്ളിക്ക് വെള്ളം അടിച്ച് ബോധം കെട്ട് ചെയ്തതാണ്. ബോധം കെട്ട് ചെയ്ത് ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ കുടുംബം തന്നെ നട റോട്ടിലായിപ്പോയി. നിത്യം ജീവിതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ലോട്ടറി വിട്ട് അങ്ങനെയാണ് കുടുംബത്തിന് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുള്ളത്. എല്ലാം പോയി ഇപ്പോൾ. ശിവ, അവസാനമായി എപ്പോഴാണ് തങ്കരാജിനെ ആശുപത്രിയിൽ വെച്ച് പോയി കണ്ടിരുന്നോ, സംസാരിച്ചിരുന്നോ? എങ്ങനെയാണ് പ്രതികരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരുന്നോ തങ്കരാജൻ ഉണ്ടായിരുന്നത്? ഇല്ല. ആദ്യം അവിടെ കൊണ്ടുപോയി വെന്റിലേറ്ററിലാണ് അവർ വെച്ചിരുന്നത്. വെന്റിലേറ്ററിൽ ഇത് ഓരോ ദിവസം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് പറയും, ഒരു ദിവസം ഒന്നും ഇമ്പ്രൂവ്മെന്റ് ഇല്ലാന്ന് പറയും. അങ്ങനെ സ്റ്റാർട്ടിങ് മുമ്പ് തന്നെ അതിന്റെ ഇത് അവസ്ഥ മോശമായിട്ടുള്ള രീതിയിലാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോസ്പിറ്റലിൽ. ശിവ, അപ്പോൾ മറ്റു കുടുംബാംഗങ്ങളൊക്കെ, തങ്കരാജന്റെ കുടുംബാംഗങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണ്? അങ്ങോട്ട് എത്തുന്നുണ്ടോ? കോട്ടയത്തുണ്ടോ? അവർ എങ്ങനെയാണ്? അവിടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരാഴ്ചയായിട്ട് അവർ കൂട്ടത്തിലുണ്ട്. അവിടെ 2 പേരുണ്ട്. അത് കൂട്ടത്തിലുണ്ട്. എന്തായാലും അവരും വേറെ ജോലിയൊന്നും ഇല്ല. അടിച്ചിട്ട് ജോലി കിട്ടാണ്ട് അവരും അതിന്റെ അവിടെ എവിടെയുമായിട്ട് കൂലി പഠിക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലുള്ള കുടുംബം ഇവർ പുള്ളി ലോട്ടറി വിട്ട വരുന്ന വരുമാനം കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. എല്ലാം ഇതിലായിപ്പോയി. അതെ, അപ്പോൾ ആ കുടുംബത്തിന്റെ ഒരു ഏക ആശ്രയമായിരുന്നു തങ്കരാജൻ എന്നുള്ളതും കൂടിയാണ്. ശിവ, അപ്പോൾ ഇനി അങ്ങോട്ട് മനസ്സിലായി. ആ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു. 3 പേരുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പൊ ഈ പുള്ളി കൊണ്ടുവരുന്ന വരുമാനം കൊണ്ടാണ് ആ കുടുംബം ജീവിച്ചു പൊയ്ക്കൊണ്ടിരുന്നത്. പുള്ളി അവിടെ ലോട്ടറി വിറ്റ് ഡെയിലി കൊണ്ടു കൊടുക്കുന്ന ക്യാഷിനാണ് ആ വീട്ടിന്റെ കുടുംബനാഥനായിരുന്നു. ഇവന്റെ ഒരു വരുമാനം കൊണ്ടാണ് ആ കുടുംബം പൊക്കിക്കൊണ്ടിരുന്നത്. അതിനെയാണ് ഈ നാറി, മനസ്സിലായോ, 10-26 വയസ്സുണ്ട്, വെള്ളം അടിച്ച് പിപ്പൻ അടക്കുകയാണ് അവൻ കൊണ്ട് കയറ്റി കൊടുത്തത്. എന്നിട്ട് ഓരോരുത്തന്മാരെ വന്ന് ന്യായീകരിക്കുന്നു. അവനെയൊക്കെ ന്യായീകരിക്കാനും കുറയാണ്. ഇപ്പൊ എന്തായി? ജീവൻ നഷ്ടപ്പെട്ടോ? നമ്മളെ വീട്ടിലായിരുന്നെങ്കിൽ എത്ര ആലോചിച്ചാൽ മതി. ന്യായീകരിക്കുന്നവര് സ്വന്തം വീട്ടിലാണ്, സ്വന്തം വീട്ടിലെ ഗ്രഹനാഥനാണ് ഇതുപോലെ ഒരുത്തം വെള്ളം ഒഴിച്ചിട്ടൊന്ന് കൊണ്ട് കയറ്റി കൊന്നതെന്ന് പറയുമ്പോൾ അത്ര ആലോചിച്ചാൽ മതി. അത് ആലോചിക്കുമ്പോൾ ഈ ജിഷിനെ പോലുള്ളവരാരും അപ്പൊ സെലിബ്രിറ്റി തേങ്ങയൊന്നുമില്ല. ജിഷിന്റെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജിഷിന്റെ ആരെങ്കിലാണ് ഒരുത്തൻ ഇതുപോലെ വേറൊരു സെലിബ്രിറ്റി വന്ന് വെള്ളം ഇടിച്ച് തെറിപ്പിച്ചു, ജിഷിന് വന്ന് ഇതുപോലെ ഇട്ടു. ഒരു സെലിബ്രിറ്റിയാണ്, അവൻ വെള്ളം ഒഴിച്ച്, അതൊക്കെ സ്ഥിരമാണ്, അതൊക്കെ ഉള്ളതല്ലേ. വന്ന് ഇടിച്ചപ്പോൾ വന്ന് പറഞ്ഞ് ഇത്ര എന്തിന് നിങ്ങൾ നടന്ന് അങ്ങനെ ഈ പറയുന്ന അങ്ങനെ നടന്ന് വിമർശിക്കണം. അവന്റെ കഴുത്തിൽ പിടിച്ച് നെക്കി, ഭയങ്കര വേദനയായിരുന്നു. കഴുത്തിൽ ജസ്റ്റ് ഒന്ന് നെക്കിയപ്പോ ഭയങ്കര വേദന. ഇപ്പൊ അവന്റെ ജീവൻ പോയി. സ്വന്തം വീട്ടിലോ സ്വന്തം ബന്ധുക്കൾക്കോ ആയിരുന്നെങ്കിൽ ഒരുത്തനും വന്ന് പറയില്ല, ഒരുത്തനും വന്ന് ഈ ന്യായീകരണം വിളമ്പത്തില്ല. മനസ്സിലായോ? ഇത് വേറെ ആർക്കറിയാം? ഏതോ തമിഴ്നാട്ടിൽ കിടക്കുന്ന ഒരുത്തനല്ലേ. ആര് ചോദിക്കാൻ പറയാൻ? ആര് വരെ? ഒരു മനുഷ്യരും വരത്തില്ല. ഇത് പോയി അവൻ കൂടി പോയി 1-2 വാദം കഴിഞ്ഞിട്ട് അവൻ സുഖമായിട്ട് പുഷ്പം പോലെ ഇറങ്ങും. അങ്ങേരെ ജീവൻ പോയി. അല്ല ഇൻഷുറൻസ് പൈസ എല്ലാം കിട്ടി. ഇത്രയേ ഉള്ളൂ ജിഷിനെ. അതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നത് നമ്മളെ ദോസ്തുക്കളായിരിക്കാം, ഫ്രണ്ടുകളായിരിക്കാം, സഹപ്രവർത്തകരായിരിക്കാം, സ്വന്തം അനുജനോ ജ്യേഷ്ഠനോ ഭാര്യയൊക്കെ ആയിരിക്കും. പക്ഷെ തെറ്റിന്റെ കൂടെ നിൽക്കാൻ പാടില്ല. മനസ്സിലായി? അനീതിക്ക് കൂടെ നിൽക്കരുത്. അനീതിയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവസാനം തിരിച്ചടിക്കും സാധനം. ഇപ്പം മനസ്സിലായോ? താങ്കൾ പറഞ്ഞൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പം താങ്കൾ പറഞ്ഞ ഒരു കൊലയാളിക്ക് വേണ്ടിയാണ് താങ്കൾ ഇതുവരെ പിന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നത്. പാവമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ കഴുത്തി പിടിച്ചുകൊണ്ട് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം അവരെ ജീവൻ പോയി. 3 പേര് അവിടെ ഒരാഴ്ച കൊണ്ട് കിടപ്പുണ്ട് ഹോസ്പിറ്റലിൽ.
ജീവൻ തിരിച്ചു കിട്ടുമോ, ഒന്ന് കണ്ണു തുറക്കോ, എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ആർത്ത് വിളിച്ചുകൊണ്ട് അവരുടെ ഏക ആശ്രയമായിരുന്നല്ലോ പോയത്. നിങ്ങളുടെ നിങ്ങൾ വളരെ നമുക്ക് വീണ്ടും കാണാം. ശരി.